വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായ ഒരു കുടുംബത്തിലെ 3 പേർ സഞ്ചരിച്ചിരുന്ന ബൊലേറോ പിക്കപ്പ് വാൻ വഴിക്കടവിൽ കണ്ടെത്തി. നാടുകാണി ചുരത്തിന് സമീപമുള്ള വഴിക്കടവ് പുന്നക്കൽ റോഡിലാണ് വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കരുളായിപ്പുള്ളിയിൽ വക്കീൽ കുളത്തിന് സമീപം ഉച്ചയോടെ ഉണ്ടായ ശക്തമായ കാർ അപകടത്തിൽ യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു. കരുളായിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും നിലമ്പൂർ ഭാഗത്തു നിന്ന് കരുളായിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. കരുളായിൽ വീശിയ ചുഴലിക്കാറ്റിലെ നഷ്ടങ്ങൾ തുടരുന്നു. വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്ന് വെള്ളം കയറിയത് മൂലം ക്യാമറാമാനുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ ജില്ലയിൽ 3 റെയിൽവേ സ്റ്റേഷനുകൾ അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ ആലോചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 2.55 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. ചോക്കാട് പരുത്തിപ്പറ്റ സ്വദേശികളായ നീലാംബറ റിയാസ്, സുഹൃത്തും അയൽവാസിയുമായ ഇല്ലിക്കൽ ഷിഹാദ് എന്നിവരെയാണ് വണ്ടൂർ പോലീസും ഡൻസാഫ് ടീമും അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. പാലക്കാട് വാണിയംകുളത്ത് നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാതായ ഒരു കുടുംബത്തിലെ 3 പേർ സഞ്ചരിച്ചിരുന്ന ബൊലേറോ പിക്കപ്പ് വാൻ വഴിക്കടവിൽ കണ്ടെത്തി. നാടുകാണി ചുരത്തിന് സമീപമുള്ള വഴിക്കടവ് പുന്നക്കൽ റോഡിലാണ് വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ, ഭാര്യ രമാദേവി, മകൻ വിഷ്ണു എന്നിവരെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാണാതായത്. കാണാതായവർ സഞ്ചരിച്ചിരുന്ന വാഹനം തന്നെയാണിതെന്ന് വഴിക്കടവ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ വാഹനത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ വാഹനത്തിലുണ്ടായിരുന്ന കുടുംബത്തെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ബന്ധുക്കളുടെ വീട്ടിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോവുകയാണെന്ന് അയൽവാസികളോട് പറഞ്ഞാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. എന്നാൽ ബന്ധുവീട്ടിൽ ഇത്തരത്തിൽ യാതൊരു ചടങ്ങും ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കിയ അയൽവാസികൾ വിവരം ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ ഷൊർണൂർ പോലീസിൽ പരാതി നൽകി. കാണാതായ 3 പേരുടെയും മൊബൈൽ ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഫോണുകളുടെ അവസാന ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഇവരുടെ വീടിന് സമീപം തന്നെയാണ്. സ്വന്തം പിക്കപ്പ് വാനിലാണ് ഇവർ വീട്ടിൽ നിന്നും പോയതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ കുടുംബം എവിടെയെങ്കിലും മാറി നിൽക്കുകയാണോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. കാണാതായവർക്കായുള്ള തിരച്ചിലും സംഭവത്തിൽ പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. കരുളായിപ്പുള്ളിയിൽ വക്കീൽ കുളത്തിന് സമീപം ഉച്ചയോടെ ഉണ്ടായ ശക്തമായ കാർ അപകടത്തിൽ യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റു. കരുളായിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും നിലമ്പൂർ ഭാഗത്തു നിന്ന് കരുളായിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു കാറുമാണ് നേർക്കുനേർ കൂട്ടിയിടിച്ചത്. ചുങ്കത്തറ പള്ളിക്കുന്ന് സ്വദേശി പിലാത്തറക്കൽ അസീസിന്റെ ഉടമസ്ഥതയിലുള്ള മാരുതി ആൾട്ടോ കാറും കരുളായി കല്ലങ്കുന്ന് സ്വദേശി കക്കടത്തൊടിക അജ്മൽ സാബിത്തിന്റെ ഉടമസ്ഥതയിലുള്ള ടൊയോട്ട എത്തിയോസ് ലീവ കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ കടവരാന്തയുടെ ഷെഡ് തകർത്താണ് നിന്നത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തുടർന്ന് ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കരുളായിയിൽ വീശിയ ചുഴലിക്കാറ്റിലെ നഷ്ടങ്ങൾ തുടരുന്നു. വീടിന് മുകളിൽ മരം വീണ് വീട് തകർന്ന് വെള്ളം കയറിയത് മൂലം ക്യാമറമാനുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഷെഡിയിലെ കിളിമണ്ണിൽ ഷാജി വീട്ടിൽ സൂക്ഷിച്ച ക്യാമറയും ലാപ്ടോപ്പും ലെൻസുകളും ഉൾപ്പെടെ ഒട്ടനവധി ഉപകരണങ്ങളാണ് വെള്ളം കയറി നശിച്ചത്. 5.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷാജി പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റ് ആഞ്ഞു വീശിയത്. ഒട്ടനവധി ആളുകളുടെ വീടുകൾക്ക് മുകളിൽ മരം വീണ് വൻ നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഇതിലാണ് ഷാജി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുകളിലും മരം വീണത്. ഓട് വീടായതിനാൽ മരം വീണ ഉടനെ ഓടുകൾ തകരുകയും മഴവെള്ളം വീടിനുള്ളിലേക്ക് ഒഴുകുകയും ചെയ്തു. എന്നാൽ ബാഗുകൾക്കുള്ളിൽ സൂക്ഷിച്ച ഉപകരണങ്ങളിലേക്ക് വെള്ളം കടന്നിട്ടുണ്ടാവില്ലെന്ന ധാരണയിൽ അന്ന് സാധനങ്ങളെല്ലാം എടുത്ത് സുരക്ഷിതമായി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഇവ പുറത്തെടുത്തത്. അപ്പോഴാണ് ബാഗുകൾക്കുള്ളിൽ വെള്ളം കയറിയത് ശ്രദ്ധയിൽപ്പെട്ടത്.
പിന്നീട് സാധനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് എല്ലാ ഉപകരണങ്ങൾക്കുള്ളിലും വെള്ളം കയറിയതായി കണ്ടത്. സോണിയുടെ ക്യാമറ, വില കൂടിയ അത്യാധുനിക പ്രൊഫഷണൽ ലെൻസുകൾ, ഗോഡോക്സ് ലൈറ്റിംഗ് ഉപകരണങ്ങൾ, ഫ്ലാഷുകൾ, ജിംബലുകൾ, എഡിറ്റിംഗിന് ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ്, CPU, UPS തുടങ്ങിയവയാണ് നശിച്ചവയിൽ ഏറ്റവും വില കൂടിയ ഉപകരണങ്ങളെന്ന് ഷാജി പറഞ്ഞു. ക്യാമറ ഉൾപ്പെടെ പല ഉപകരണങ്ങളും ലോൺ എടുത്താണ് വാങ്ങിയത്. അതിന്റെ അടവ് നടക്കുന്നതേ ഉള്ളൂ. ഒപ്പം വീട്ടുവാടക, സ്കൂൾ കുട്ടികളുടെ പഠന ചിലവ് തുടങ്ങിയവയെല്ലാം നടത്തുന്നത് ഈ ഉപകരണങ്ങൾ വെച്ചുള്ള ജോലിയിലൂടെയായിരുന്നു. ഇവ നശിച്ചതോടെ അതെല്ലാം മുടങ്ങിയെന്ന് മാത്രമല്ല, വൻ കടബാധ്യതയിലേക്കാണ് ഒറ്റ ചുഴലിക്കാറ്റിലൂടെ താൻ എത്തിയതെന്നും ഷാജി പറഞ്ഞു. തന്റെ ഉപജീവന മാർഗമായ ക്യാമറ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നശിച്ചതിലൂടെ പ്രതിസന്ധിയിലായതിനാൽ സർക്കാർ തലത്തിലോ പ്രാദേശികമായും അടിയന്തര ധനസഹായം ലഭ്യമായാലേ ഇനി രക്ഷയുള്ളൂ. ഇതുകൂടാതെ മരം കടപുഴകി വീണതിനെ തുടർന്ന് വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ ജില്ലയിൽ 3 റെയിൽവേ സ്റ്റേഷനുകൾ അടുത്തയാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ ആലോചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലയിലെ നിലമ്പൂർ, തിരൂർ, പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകളും ഫറൂഖ്, തലശ്ശേരി എന്നീ സ്റ്റേഷനുകളുമാണ് പാലക്കാട് ഡിവിഷന് കീഴിൽ നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നുള്ള ചാലക്കുടി, അങ്കമാലി സ്റ്റേഷനുകളും ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ സമയക്രമം അനുസരിച്ച് ഈ 2 ദിവസങ്ങളിൽ ഒന്ന് ഉടൻ പ്രഖ്യാപിക്കും എന്നാണ് വിവരം. എന്നാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ല. ഈ മാസം ഉദ്ഘാടനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവസാന മിനുക്കുപണികളിലാണ് സ്റ്റേഷനുകളെല്ലാം. തിരൂരിലായിരിക്കും പാലക്കാട് ഡിവിഷൻ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 26.55 കോടി രൂപയുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കിയത്. മുൻപ് 18 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. സ്റ്റേഷനിൽ പുതിയ കവാടത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ടിക്കറ്റ് കൗണ്ടർ, 2 ATMകൾ എന്നിവ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടത്തിലെ മ്യൂറൽ പെയിന്റിംഗ് മാച്ചു. ഇവിടെ പുതിയ ചിത്രങ്ങൾ വരയ്ക്കും. പുതിയ കവാടത്തിലേക്കുള്ള നടപ്പാതയും നവീകരിക്കുന്നുണ്ട്. പ്രധാന കവാടം നേരത്തെ മൂടി പിടിപ്പിച്ചിരുന്നു. 3 ലിഫ്റ്റുകളും 2 എക്സലേറ്ററുകളും പവർ പ്ലാന്റും ഇവിടെ തയ്യാറാണ്. പ്ലാറ്റ്ഫോമുകൾ ഉയർത്തുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ നവീകരണമാണ് നടത്തിയത്. ഇവിടെ നേരത്തെ 6.3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇവിടെ കവാടം മൂടിക്കൂട്ടുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിശാലമായ പാർക്കിംഗ് സൗകര്യവും തയ്യാറാക്കി. നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ നവീകരണമാണ് നടത്തിയത്. ഇവിടെ നേരത്തെ 8 കോടി രൂപയാണ് അനുവദിച്ചത്. ഇവിടെ 2ാം കവാടത്തിൽ ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം മേൽക്കൂര, വൈദ്യുതീകരണ പ്രവൃത്തികൾ, സിഗ്നൽ സംവിധാനം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തി. കവാടം മൂടിക്കൂട്ടുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച് 2.55 ഗ്രാം MDMA-യുമായി യുവാക്കൾ പിടിയിൽ. ചോക്കാട് പരുത്തിപ്പറ്റ സ്വദേശികളായ നീലാംബ്ര റിയാസ്, സുഹൃത്തും അയൽവാസിയുമായ ഇല്ലിക്കൽ ഷിഹാദ് എന്നിവരെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ TM നിധീഷിന്റെ നേതൃത്വത്തിൽ ഡെൻസാഫ് ടീം അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചോക്കാട് പരുത്തിപ്പറ്റയിലുള്ള റിയാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. പ്രതികൾ MDMA ചെറിയ പാക്കറ്റുകളാക്കുന്ന സമയത്താണ് പോലീസ് പരിശോധനയ്ക്കായി എത്തിയത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതികൾ MDMA വിൽപ്പന നടത്തിയിരുന്നത്. മുൻപ് MDMA കേസുകളിൽ ഉൾപ്പെട്ട റിയാസിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. മലയോര മേഖലയിൽ രാസലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് അറസ്റ്റിലായത്. ഇവർക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികൾക്ക് MDMA വിൽപ്പനയിലൂടെ ലഭിച്ച 8000 രൂപയും മയക്കുമരുന്ന് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും ബന്ദോബസ്തിൽ എടുത്തു. മേഖലയിൽ വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും. ASI മുഹമ്മദ് അസ്ലം, CPO ഷാജീർ, ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിവിൻ ദാസ്, T ജിയോ ജേക്കബ്, സാബിർ അലി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മുന്നിൽ പോയ ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ട് റോഡിൽ തലകീഴായി മറിഞ്ഞു. മേലെ ചേളാരി മാതാപ്പുഴ റോഡ് ജംഗ്ഷനിലാണ് സംഭവം. മാതാപ്പുഴ റോഡിൽ നിന്ന് ഹൈവേയുടെ സർവീസ് റോഡിലേക്ക് കയറുന്ന വളവിലാണ് അപകടമുണ്ടായത്. പൊട്ടത്തൊന്നുമില്ല മയില്
കാറിലുണ്ടായിരുന്ന യാത്രക്കാരൻ അത്ഭുതകരമായി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മാതാപ്പുഴ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് കയറുന്ന വളവ് തിരിയുന്നതിനിടെയാണ് കാർ പെട്ടെന്ന് നിയന്ത്രണം വിട്ടത്. മുന്നിൽ പോവുകയായിരുന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കുവാൻ ഡ്രൈവർ വാഹനം പെട്ടെന്ന് വെട്ടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട കാർ റോഡിൽ തലകീഴായി മറിയുകയായിരുന്നു. അപകട സമയത്ത് സർവീസ് റോഡിലൂടെ വന്നിരുന്ന മറ്റൊരു ബൈക്കിൽ കാർ ചെറുതായി തട്ടിയെങ്കിലും ബൈക്ക് യാത്രികൻ ഭാഗ്യവശാൽ വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗത്തിനടക്കം സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാരാണ് കാറിലുണ്ടായിരുന്നയാളെ പുറത്തെടുത്തത്. നിലമ്പൂർ നഗരസഭ മോഡൽ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മികവ് 2026 എന്ന പേരിൽ OCK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇത്രമാത്രം സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടു എന്ന് ബോധ്യമാകുന്ന ഒരു പരിപാടിയായി ഇത് മാറിയിരുന്നു. ഞാൻ ഓർക്കുകയാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ആമിനെയും ഉഷയും ഒക്കെ മാറി മാറി CDS പ്രസിഡന്റുമാരായിരുന്ന ഒരു കാലം. അന്ന് ഞാൻ ആമിനെയോട് ചോദിച്ചു, എത്ര പേരുണ്ട്? 193 അയൽക്കൂട്ടങ്ങളാണുള്ളത്. ഞാൻ ആമിനെയും ഞങ്ങൾ CDS യോഗത്തിലേക്ക് എന്നെ വിളിച്ച് അവിടെ വെച്ച് ആദ്യം തീരുമാനിച്ചത്, ഈ 193 കടലാസിലേ ഉള്ളൂ, ശക്തിയായി പ്രവർത്തിക്കുന്നവർ 160 അതിനെ നമുക്ക് ഒരു 400 കൂടുതൽ അയൽക്കൂട്ടങ്ങളാക്കി നമുക്ക് മാറ്റാം. അന്നത് തീരുമാനിച്ചു എന്ന് മാത്രമല്ല, 1.5 വർഷം കൊണ്ട് അത് 400-ലേറെ അയൽക്കൂട്ടങ്ങളായി അന്ന് തന്നെ മാറി എന്നതാണ് യാത്ര. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി കെ വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുംതാസ് ബാബു, സ്മിത മോൾ, മേരി ഷിബു, മുസ്തഫ കളത്തുമടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, കൌൺസിലർമാർ, വിവിധ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CDS ചെയർപേഴ്സൺ സാലി ബിജു സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സാജിദ നന്ദിയും പറഞ്ഞു. വിവിധ ADS അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു. സേവന മനോഭാവത്തോടെ ക്രൈസ്തവ സമൂഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതെന്ന് സ്കൂൾ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ പറഞ്ഞു. ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. MLA ജോയ്, കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഫാദർ ജെയിംസ് മേലെപ്പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഫാദർ ജോൺ തളിക്കുന്നേൽ, ഫാദർ തോമസ് കല്ലൂർ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി പി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സീനത്ത് നൌഷാദ് എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ, മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, ഇസ്മായിൽ മുത്തേടം, KT കുഞ്ഞാൻ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവരും പങ്കെടുത്തു. +2 പരീക്ഷയിൽ 1799 മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിച്ച സാനിയ ജോൺസൺ ഉൾപ്പെടെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മിടുക്കരായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. മലപ്പുറം ജില്ലാ INTUC ആംബുലൻസ് യൂണിയൻ രൂപീകരിച്ചു. DCC ഓഫീസിൽ വെച്ച് നടന്ന മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ നേതൃത്വ യോഗ കമ്മിറ്റിയിലാണ് യൂണിയൻ രൂപീകരിച്ചത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റായി മിഷാൽ പൊട്ടേങ്ങലിനെ ജില്ലാ INTUCയുടെ പ്രസിഡന്റ് VP ഫിറോസ് പ്രഖ്യാപിച്ചു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോമേഷ് മഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ ബാലൻ കൊണ്ടോട്ടി, റഹീം ചോലയിൽ, ആഷിഫ് TMS എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.